ജോലി കിട്ടിയോ ജോലി കിട്ടിയോ ജോലി കിട്ടിയോ? ഇല്ല, ജോലി കിട്ടിയിട്ടില്ല. അതെന്താ? നിനക്ക് മാർക്ക് കുറവാണോ? നീ എന്താ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടേ? കഴിഞ്ഞ വർഷം പഠിപ്പിച്ച സ്കൂളിൽ നന്നായി പഠിപ്പിച്ചിട്ടല്ലേ? ഇങ്ങനെയൊക്കെ നൂറിട്ട് കാരണങ്ങൾ ഉണ്ടാവും അല്ലേ? ഗ്യാലറിയിൽ നിന്ന് കളി കാണാൻ എന്താ രസമല്ലേ? പക്ഷെ കോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് നമുക്കറിയുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ദാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തന്നെ നമ്മൾ BEd കഴിഞ്ഞവർ അല്ലെങ്കിൽ ടീച്ചിങ് മേഖല ചൂസ് ചെയ്തവരുടെ കുറച്ച് കഷ്ടപ്പാടുകൾ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോയപ്പാട് വരൂ ഇരിക്കൂ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കൂ എന്ന് പറയൂ കേട്ടാ. സർട്ടിഫിക്കറ്റൊക്കെ നമ്മളത് അവരെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും, ചോദിക്കും PG കഴിഞ്ഞതാണോ, BEd കഴിഞ്ഞതാണോ, അതോ TTC കഴിഞ്ഞതാണോ, ഏതാണ് കഴിഞ്ഞതെന്ന് ചോദിക്കും. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. PG കഴിഞ്ഞു, BEd കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, PGയും ഡിഗ്രിയും സെയിം കോഴ്സാണോ ചെയ്തത്? അതെ ഇത്. BEdന് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ടോ? BEdന് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട്. ഓക്കെ, ടെറ്റ് ഉണ്ടോ? ടെറ്റ് ഉണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? എക്സ്പീരിയൻസ് ഉണ്ട്. കാണിച്ചു കൊടുക്കുമ്പോൾ അയ്യോ ഇത് ഹൈസ്കൂളിലല്ലേ, UPക്ക് UP ഇത് വേണം. അപ്പോൾ UP ഇത് കൊടുക്കുമ്പോൾ അയ്യോ ഇത് പ്രൈവറ്റ് സ്കൂളല്ലേ, ഗവൺമെൻറ് സ്കൂളിൻ്റെ തന്നെ വേണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇപ്പോൾ BEd കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായ മാർക്കുണ്ട് എന്നിങ്ങനെ കേൾക്കേണ്ടി വരും കേട്ടോ. ആദ്യം നമ്മൾ വിചാരിക്കും ഇവിടെ എന്തായാലും ജോബ് കിട്ടും, കാരണം അവർ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാണ്ട് ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്യാൻ തുടങ്ങും കേട്ടോ. പിന്നീട് വരുന്ന ഓരോ ചോദ്യങ്ങളാണ് നമ്മളെ ആകെ കുഴപ്പത്തിലാക്കുന്നത്. ഓക്കെ, അവർ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും PG ഉണ്ട്, ഡബിൾ PG ഉണ്ട്, എല്ലാം ഉണ്ട്, സെയിം പഞ്ചായത്താണ്. എന്തെന്നാണ് UPയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഹൈസ്കൂളിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ടെറ്റ് ഉണ്ട്, നെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ലാസ്റ്റ് അവരൊരു ചോദ്യം ചോദിക്കും, PSC റാങ്ക് ലിസ്റ്റിലുണ്ടോ? അയ്യോ ഇല്ല. PSC റാങ്ക് ലിസ്റ്റില്ലെങ്കിൽ എടുക്കാൻ പറ്റൂല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമമാണ് PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാ ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്? ഞാൻ അറിയാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പല സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് പോയി 6:45 വരെ ഓരോ സ്കൂളിൽ ഇങ്ങനെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. കാര്യം അറിയാം, കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് മുൻഗണന ഏറ്റവും കൂടുതൽ. അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞേ നമ്മളെ ചൂസ് ചെയ്യും. അപ്പോൾ എത്രയോ കുട്ടികൾ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരുണ്ട് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ വർഷം എന്തായാലും വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള ഒരു 80% ഉറപ്പോടു കൂടിയാണ് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാലും ഒരു പ്രതീക്ഷ, എവിടെയെങ്കിലും കിട്ടിയാലോ.